ഇരിക്കുളത്തെ വീടിനോട് ചേർന്നുള്ള പണിശാലയിൽ മൺപാത്ര നിർമ്മാണത്തിലാണ് നാരായണൻ. ഇതുപോലെ മൺപാത്ര നിർമ്മാണം തൊഴിലായി സ്വീകരിച്ച നൂറുകണക്കിന് കുടുംബങ്ങളുണ്ട് ഈ നാട്ടിൽ. ഒരു ദേശത്തെ തൊഴിലും ഉൽപ്പന്നവും കൊണ്ടവർ പ്രസിദ്ധമാക്കി. പണ്ട് കൈകൊണ്ടായിരുന്നു മണ്ണ് കുഴിച്ചെടുത്തതും പാത്രങ്ങളുടെ മാതൃകയുണ്ടാക്കിയിരുന്നതും. ഇന്നിപ്പോൾ ആ സ്ഥാനത്തേക്ക് ചെറിയ യന്ത്രങ്ങൾ കടന്നു വന്നു. ഒരു വർഷത്തേക്ക് ആവശ്യമായ കളിമണ്ണ് ഞങ്ങൾ ശേഖരിച്ചു വെച്ചിട്ട് അതിന് ആവശ്യമായ വിറക്, പൂഴി, വൈക്കോലെല്ലാം ശേഖരിച്ച് വെച്ചിട്ട് പിന്നെ ഒരു 4-5 മാസം മഴക്കാലത്ത് ജോലി ചെയ്യാൻ കഴിയാം. അങ്ങനെ വരുമ്പോൾ എന്താക്കുന്നത് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ മുൻകാലത്ത് ബാങ്ക് ലോണെല്ലാം എടുത്തിട്ടാണ് ഇതിലാക്കൽ. പിന്നെ വേനൽക്കാലാകുമ്പോൾ അത് തീർക്കൽ. ഇപ്പോൾ പിന്നെ അത്ര ദാരിദ്ര്യമില്ല. മുമ്പത്തെ മാതിരി ഇങ്ങനെ ഒരു കഷ്ടപ്പാടും ദാരിദ്ര്യമൊന്നും ഇന്നത്തെ കാലത്തില്ല. ഈ മേഖലയ്ക്ക് വരുന്ന ആൾക്കാർ ഇപ്പോൾ കുറഞ്ഞു വരുന്നു. നമ്മൾ പിന്നെ പഴയ കാലത്തെ തുടർന്ന് വന്ന് ഇതന്നെ മരണം വരെ ഇതന്നെയാന്നില്ലേ. ബാക്കി പിന്നെ കുറച്ച് കൃഷിയും കാര്യങ്ങളും അങ്ങനെ പച്ചക്കറി ചെയ്ത് ഇങ്ങനെ ജീവിച്ചു പോകുന്നു. പാരമ്പര്യ രീതിയിൽ ചൂളയിൽ ചുട്ടെടുക്കുന്ന കലങ്ങൾക്ക് ജില്ലയ്ക്കകത്തും പുറത്തും ആവശ്യക്കാരേറെയാണ്. എന്നാൽ വിപണിയിലെ മനസ്സറിഞ്ഞ് ഉൽപ്പന്നങ്ങൾ എത്തിക്കാനുള്ള സ്ഥിരം സംവിധാനമില്ലാത്തതും അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റവുമെല്ലാമായി പാടുപെടുകയാണ് ഇപ്പോൾ ഇരിക്കുളത്തെ മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾ. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. സാരംഗ് സുരേഷ് ആയിരുന്നു. ഒപ്പം ഗുഡ് മോർണിംഗ് സാരംഗ്. ഈ മൺമറഞ്ഞു പോയ എന്ന് നമ്മൾ പറയാറില്ലേ, എന്ന് പറഞ്ഞതുപോലെയാണ് ഈ മൺപാത്രങ്ങളുടെയും കാര്യം. പലരും അലൂമിനിയത്തിലേക്കും ഇരുമ്പിലേക്കും മറ്റ് പുതിയ നൂതന സാങ്കേതിക വിദ്യയിലേക്കൊക്കെ മാറിയതോടുകൂടി ഇതിന്റെ ഉപയോഗം വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. അവർക്കും ഈ പ്രശ്നങ്ങൾ തൊഴിലാളികൾക്കും ഉണ്ടാവും അല്ലേ? ഗുഡ് മോർണിംഗ്. കാസർകോട്ടെ ഇരിക്കുളം എന്നത് നമ്മുടെ പത്തനംതിട്ടയിലെ ആറന്മുള പോലെ അല്ലെങ്കിൽ ഇടുക്കിയിലെ മറയൂര് പോലെ അത്രയും പ്രാധാന്യമുള്ള ഒരു നാടാണ്. നമ്മൾക്കറിയാലോ, ആറന്മുള എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഓർക്കുക ആറന്മുള കണ്ണാടിയെക്കുറിച്ചാണ്. മറയൂർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഓർക്കുക മറയൂർ ശർക്കരയെക്കുറിച്ചാണ്. കാരണം ആ നാടിനൊക്കെ, ആ ഉൽപ്പന്നങ്ങൾക്കൊക്കെ തന്നെ ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഭൗമസൂചിക പദവി ലഭിച്ച കാസർകോട്ടെ എരിക്കുളത്തെ ഒരു ഉൽപ്പന്നമാണ് ഈ എരിക്കുളത്തെ മൺപാത്രങ്ങൾ എന്ന് പറയുന്നത്. ഒട്ടേറെ ദേശീയ അല്ലെങ്കിൽ അന്തർദേശീയ ഏജൻസികളൊക്കെ തന്നെ വന്ന് കാസർകോട്ടെ എരിക്കുളത്തെ വയലേലകളിൽ നിന്ന് ശേഖരിച്ചെടുക്കുന്ന കളിമണ്ണ് അത്രയും നിലവാരമുള്ളതാണ് എന്ന് എത്രയോ തവണ സർട്ടിഫൈ ചെയ്തതാണ്. അതിൻ്റെയൊക്കെ ബലത്തിലാണ് ഈ ഒരു എരിക്കുളത്തെ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ ഭൗമസൂചിക പട്ടികയിലേക്ക് എത്തുന്നത്. അത് ആ നാടിൻ്റെ ഒരു തൊഴിൽ മാത്രമല്ല, അവരുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ വീണ്ടെടുക്കൽ കൂടിയാണ്. അത്തരത്തിൽ അവർ ആ ഒരു വിഷുവിന് ശേഷമുള്ള ദിവസം ആചാരങ്ങളൊക്കെയായി പണിയായുധങ്ങളൊക്കെ എടുത്തുകൊണ്ട് ചെന്ന് കുരവയിട്ടുകൊണ്ടാണ് കളിമണ്ണ് എടുക്കുന്നത്. അതും 4 തരത്തിലുള്ള കളിമണ്ണ് എടുക്കുന്നുണ്ട്. മട്ടിമണ്ണ്, തരിമണ്ണ്, അതുപോലെ തന്നെ 2 തരത്തിലുള്ള മണ്ണുകൾ ഉപയോഗിച്ചാണ് ഇവർ കളിമണ്ണ് ശേഖരിച്ചെടുത്ത് ആ കളിമണ്ണ് വിവിധ തരത്തിലുള്ള കുഴമ്പ് പരുവത്തിലാക്കി അത് പിന്നീട് അരിച്ചെടുത്തൊക്കെയാണ് കലങ്ങളും പാത്രങ്ങളും കുടുക്കകളൊക്കെ മാറ്റുന്നത്. പണ്ട് ആ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും ആ തൊഴിലുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകളായിരുന്നു. കുറച്ചുപേർ അതെടുത്ത് വിൽക്കും, കുറച്ചുപേർ ഉണ്ടാക്കും, കുറച്ചുപേർ കളിമണ്ണെടുക്കും, കുറച്ചുപേർ കളിമണ്ണ് അരിച്ചെടുക്കും. അത്തരത്തിലുള്ള തൊഴിലുകളൊക്കെ തന്നെ ചെയ്തു വന്നിരുന്ന ആളുകൾ ഇപ്പോൾ ആ വലിയൊരു വിഭാഗം, ഇപ്പോഴത്തെ യുവതലമുറയൊക്കെ തന്നെ എരിക്കുളത്ത് ആ തൊഴിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴൊക്കെ പുറത്തെ നാട്ടുകളിൽ നിന്ന് വരുന്ന, പുറം നാടുകളിൽ നിന്ന് വരുന്ന വസ്തുക്കൾ, ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും അറിയാം. സാരംഗെ, അങ്ങനെ പല നാടുകളിൽ നിന്നും ഇതുപോലെ ഉൽപ്പന്നങ്ങൾ വരുമ്പോൾ അതുമായി കിടപിടിച്ച് നിൽക്കാൻ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ നാട്ടിലെ ഇത്തരം ചില പരമ്പരാഗത ഉൽപ്പന്നങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരമ്പരാഗത ഉൽപ്പന്നങ്ങൾക്ക് അതിൻ്റെതായ പ്രാധാന്യം കൊടുത്ത് വിപണന സാധ്യത ഉണ്ടാക്കി കൊടുത്ത് വില ഉറപ്പ് കൊടുത്ത് അവരെയൊക്കെ സംരക്ഷിച്ച് നിർത്തേണ്ട ആവശ്യം നമുക്കുണ്ട് എന്ന് തോന്നുന്നു.